ഈ സുധാകരന്റെ വാവിട്ട വാക്കുകളാണ് എന്നുള്ളത് ഞാൻ പറയും. അത് ഇത് തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തിന് വലിയ കൺഫ്യൂഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്നൊന്നര 2 മാസം മുമ്പ്, അതായത് UDF-മായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2 മാസം അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞേക്കുന്നത് പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കുമെന്നാണ്. മനസ്സിലായേ? അതായത് മത്സരിക്കാൻ പുള്ളി സന്നദ്ധനാണെന്നാണ് പറഞ്ഞത്. അപ്പോഴും പുള്ളിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ CPM വലിയ ചലഞ്ച് നേരിടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായും ജയിക്കാവുന്ന സ്ഥാനാർത്ഥികളെ നോക്കി മിക്കവാറും നിർത്തും. ആ 2 ടൈം എന്നുള്ളതൊക്കെ പിൻവലിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്രസമ്മേളനം നോക്കിയാൽ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഞാൻ വേറെ എങ്ങും പ്രചരണത്തിന് പോകില്ല, ഞാൻ CPM-നെ കുറ്റം പറയില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല, ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറയുമ്പോൾ CPM ചെന്നിട്ട് അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് പറയുന്നു വരൂ സ്ഥാനാർത്ഥിയാവൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി സ്ഥാനാർത്ഥിയാനെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുശേഷം ശരിക്കും പുള്ളി പിന്നീട് നമ്മൾ കാണുന്നത് പുള്ളി കുരുത്തോല പെരുന്നാളിന് പോയി കുരുത്തോലായിട്ട് നിൽക്കുന്നതൊക്കെയാണ്. അത് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പുള്ളി പിണറായി തുടരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിണറായി വിജയന്റെ സർക്കാർ വീണ്ടും വരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ മാറിയതിന്റെ ഒരു ദൃഢതയില്ലായ്മ, കൺഫ്യൂഷൻ ഒക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാണാം. CPM-ന്റെ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ ദൃഢതയില്ലാത്തവരാണോ ശരിക്കും?